ഗുഡ് മോർണിംഗ് സുനിഷ അയലൂർ. പ്രഭാതത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ, ഈ വാർത്താ പ്രഭാതത്തിലേക്ക് എത്തുമ്പോൾ ഇന്നത്തെ ഏറ്റവും നല്ല കാഴ്ചയായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആറ്റുകാൽ പൊങ്കാലയ്ക്കായി വിശ്വാസത്തോടെ ഭക്തിയോടെ അവിടെ എത്തുന്ന ഒരുപാട് അമ്മമാരെയും സഹോദരിമാരെയും അവരുടെ പ്രതീക്ഷാ നിർഭരമായ മുഖവുമാണ്. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഇത്തവണ തിരക്ക് കൂടി വരുന്നു എന്നാണ് തോന്നുന്നത്. സുനിഷയും നല്ല സുന്ദരിയായി പട്ടുപാവാടയിൽ ഇങ്ങനെ ജ്വലിച്ചു നിൽക്കുന്ന ആ ഒരു കാഴ്ച കാണാൻ അതിലും ഗംഭീരമായിട്ടുണ്ട്. സുനിഷ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സുജയ. പറഞ്ഞതുപോലെ തന്നെയാണ്, ആറ്റുകാൽ ക്ഷേത്രത്തിൽ ഇതാ തിരക്ക് കൂടി വരികയാണ്. ഭക്തർ ഓരോരുത്തരും, കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ പറഞ്ഞതാണ്, ഈ സ്ഥലത്തൊക്കെ തന്നെയും അവർ ഓരോരുത്തരും അവരവരുടെ സ്ഥലം പിടിച്ചു കഴിഞ്ഞിരുന്നു. പക്ഷേ ഇത്തവണ ഇതാ ആറ്റുകാൽ അമ്മയ്ക്ക് നിവേദ്യം നേദിക്കാനുള്ള ആ ഒരു സമയത്തിനായുള്ള കാത്തിരിപ്പാണ് ഇനി എന്ന് പറയുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും, ഓരോരുത്തരും ഈ കലങ്ങളൊക്കെ തന്നെയും ഈ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ദേവിക്ക് സമർപ്പിക്കാനായിട്ടുള്ള നേദ്യങ്ങൾ, അത് പൊങ്കാലയായാലും ഒപ്പം തന്നെ ഈ തെരളിയപ്പമായാലും മണ്ടപ്പുറ്റായാലും അതൊക്കെ തയ്യാറാക്കുന്ന തിരക്കിലാണ്. നമ്മൾ വന്നപ്പോൾ തന്നെ ഈ വെളിച്ചം വീഴുന്നതിന് മുന്നേ തന്നെ തേങ്ങ ചിരവുന്നതും ഒപ്പം തന്നെ ഈ മണ്ടപ്പുറ്റൊക്കെ ഉണ്ടാക്കുന്ന ആ തിരക്കിലേക്ക് ആളുകൾ മാറി കഴിഞ്ഞിരുന്നു എന്നതാണ്. അത്തരത്തിലുള്ള പരിപാടികളൊക്കെ തന്നെ ഓരോരുത്തരും ഓരോ ഭാഗങ്ങളിൽ നിന്നും ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലേക്ക് പോയി കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനിയും കൂടുതൽ ആളുകൾ എത്താനുണ്ട്. ഈ 7 മണി ആയിട്ടേ ഉള്ളൂ. ഒരു 10:15 മാത്രമാണ് അടുപ്പിൽ തീ പടരുന്നത്. അതോടുകൂടി തന്നെ പൂർണ്ണമായും ഭക്തിസാന്ദ്രമായി പൂർണ്ണമായും ദേവിക്ക് നിവേദ്യം അർപ്പിക്കുന്ന ഇവരുടെ എല്ലാവരുടെയും ഈ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ പൊങ്കാല സമർപ്പണം എന്ന് പറയുന്നത് ദൈവത്തിനായുള്ള ആത്മസമർപ്പണം എന്നത് തന്നെയാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം മറ്റ് നിവേദ്യങ്ങൾ തയ്യാറാക്കുന്നതിന്, തിരളിയപ്പവും മണ്ടപ്പുറ്റും ഒക്കെ തയ്യാറാക്കുന്നതിനായിട്ടുള്ള നേരത്തെ തന്നെ തേങ്ങയൊക്കെ ചിരണ്ടി എല്ലാം, അതായത് ഒന്നും വീട്ടിൽ നിന്ന് തയ്യാറാക്കിക്കൊണ്ടുവരില്ല, എല്ലാം അവിടെ ആറ്റുകാൽ അമ്മയുടെ സന്നിധിയിൽ എത്തിയതിനു ശേഷമാണ് ചെയ്യേണ്ടത്. അപ്പോൾ അടുപ്പ് കൂട്ടുന്നതിനായിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം തയ്യാറാക്കി വെക്കുന്നു. 10:15 പണ്ടാര അടുപ്പിൽ തീ പകരുന്നതോടൊപ്പം തന്നെ തങ്ങളുടെ അടുപ്പുകളിലേക്കും തീ പകരുന്നു. അതിനു മുൻപ് തന്നെ എല്ലാ കാര്യങ്ങളും ഒരുക്കി വെക്കുക, അതാണിപ്പോൾ അവിടെ ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പൊങ്കാല പായസം മാത്രമല്ല, മണ്ടപ്പുറ്റും തെരളിയും അടക്കം പല പല വിഭവങ്ങൾ അമ്മയ്ക്ക് ഇഷ്ടമുള്ളതെല്ലാം ഇന്ന് നിവേദ്യമായി നൽകുക, അങ്ങനെ അർപ്പിക്കുക, അമ്മയുടെ മുന്നിൽ തങ്ങളുടെ ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. അതിനായിട്ടാണ് ഇത്രയധികം സ്ത്രീകൾ അവിടേക്ക് എത്തിയിരിക്കുന്നത്. നമുക്കൊപ്പം ക്ഷേത്ര നടയിൽ നിന്ന് ആറ്റുകാൽ ക്ഷേത്രത്തിൽ ഇപ്പോൾ പണ്ടാര അടുപ്പ് തയ്യാറാവുകയാണ്. ആര്യ സുരേന്ദ്രനും ശ്രുതി ശരത്തുമാണ് ആറ്റുകാൽ ക്ഷേത്ര നടയിൽ നമുക്കൊപ്പം ചേരുന്നത്. ആര്യ സുരേന്ദ്രൻ, ശ്രുതി ശരത്, ഗുഡ് മോർണിംഗ്. കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തെത്തി ആറ്റുകാലിലെ ആ ഒരു ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ നിങ്ങളും അലിഞ്ഞു ചേർന്നുവെന്ന് നിങ്ങൾ നേരത്തെ പ്രേക്ഷകരോട് സംസാരിക്കുന്നതിൽ നിന്ന് മനസ്സിലായിരുന്നു. അവിടേക്ക് ഇപ്പോൾ ദർശനത്തിനായി എത്തുന്ന എല്ലാവരെയും കൃത്യമായ ക്രമീകരണങ്ങളിലൂടെ അകത്തേക്ക് കടത്തിവിടുകയില്ല. എത്ര മണി വരെ ആയിരിക്കും ദർശനം അനുവദിക്കുക? സുജയ, വെരി ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ, സുജയ പറഞ്ഞ പോലെ തന്നെ ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ മണിക്കൂറുകളായി. ഇന്നലെ തൊട്ട് തുടങ്ങിയതാണ്. ആ നിമിഷം മുതൽ, ഇന്നലെ ഗുഡ് ഈവനിങ് വിത്ത് സുജയയിൽ തുടങ്ങിയതാണ് ഞങ്ങളുടെ ഈ നിൽപ്പ്. അന്ന് ആ സമയം തൊട്ട് ഈ സമയം വരെ ഈ ക്ഷേത്ര സന്നിധിയിൽ തന്നെയായിരുന്നു. ഇടയ്ക്ക് 1 മണിക്കൂർ ഒന്ന് ഉറങ്ങാൻ പോയി, അത്രയേ ഉള്ളൂ. എന്തായാലും ഇവിടുത്തെ തിരക്ക്, ആ തിരക്കുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇന്നലെ രാത്രിയും നമ്മളൊരു 1 മണി വരെ ദർശനം ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഇന്ന് ഇപ്പോൾ പുലർച്ചെയായപ്പോൾ തൊട്ട് ആളുകൾ വളരെ നിര തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്യൂ തന്നെയാണ് ഇപ്പോഴും സുജയ നമുക്ക് കാണാൻ കഴിയുന്നത്. അതേപോലെ തന്നെ പ്രായമായവരും സ്ത്രീകളും ഒക്കെ അതേപോലെ തന്നെ തിക്ക് തിരക്കും ഉണ്ട് എന്ന് പറയുമ്പോൾ പോലും ഓരോ സെക്ഷനിലും കയറ് കെട്ടിയുള്ള നിയന്ത്രണം അത് പോലീസ് കൃത്യമായി തന്നെ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. അത് വളരെ സന്തോഷകരമായ കാര്യം. ആർക്കും തിക്കും തിരക്കിലും വീണ് പോകാതിരിക്കാനുള്ള സംവിധാനങ്ങൾ, പ്രത്യേകിച്ച് ഇവിടെ നാരങ്ങാവിളക്ക് ക്ഷേത്ര നടയിലാണ്. ഇവിടെ സ്ത്രീകൾ നാരങ്ങാവിളക്ക് അമ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ്. ആ വഴിപാട് കഴിക്കുമ്പോൾ പോലും കൃത്യമായി അവിടെ വോളണ്ടിയർമാരുണ്ട് എന്നുള്ളതാണ്. സാരികൾ തമ്മിൽ കൂട്ടിക്കെട്ടി തീ പടരാതിരിക്കാനുള്ള സജ്ജീകരണങ്ങൾ, അത് വളരെ കൗതുകം നൽകുന്ന കാഴ്ച തന്നെയായിരുന്നു. അത് കൃത്യമായ സജ്ജീകരണങ്ങൾ, ആരും ഒന്ന് വീണ് പോകാതിരിക്കാൻ, തട്ടിത്തടയാതിരിക്കാൻ തന്നെ പോലീസ് ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളത് വളരെയധികം നമ്മുടെ ഈ പന്തലിൽ കാണാൻ കഴിയുന്ന പോലെ തന്നെ ഇന്നലെ രാത്രി തുടങ്ങിയ ക്യൂ ആണ്. ഏറെ രാത്രി 1 മണി വരെ ഇവിടെ ദർശനത്തിനായി അമ്മമാർ കാത്തിരുന്നു എന്നുള്ളത് തന്നെയാണ്. ഇന്നും അതേ ദൃശ്യങ്ങൾ തന്നെയാണ് കാണാൻ കഴിയുന്നത്. ഇന്ന് കുറച്ചുകൂടി സമയം കഴിയുമ്പോഴേക്കും ഈ ക്യൂ നീളും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്. ഇനി ഈ തിരക്ക് ഇവിടുന്ന് കുറയും. ഇനി പൊങ്കാല നിവേദ്യം അർപ്പിക്കാനുള്ള തിരക്കിലേക്കാണ്, അതായത് മറ്റു ഭാഗങ്ങളിലേക്കായിരിക്കും ആളുകളുടെ ഒരു ഒഴുക്ക് പോകുന്നത്. 9:45 ഇപ്പോൾ വെച്ചാൽ ഈ നട അടച്ചു കഴിഞ്ഞ് അത് തുറക്കാൻ വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ആളുകൾ ഇപ്പോൾ ക്യൂ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക്. അതിനുശേഷം നമുക്കറിയാം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം ഇന്നാണ്. ഈ
10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം. അതിൽ 9ാം ദിവസമാണ് ഇന്ന്. നാളെയാണ് ആദ്യത്തെ അവസാനിക്കുക. ചടങ്ങായ ശുദ്ധപുണ്യാഹ ചടങ്ങ് അത് 9:45 അതിനുശേഷമാകും 10:15 അടുപ്പ് കൂട്ടുക. അതാണ് അവിടെയാണ് തുടങ്ങുന്നു. അതായത് നമ്മുടെ തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തിയാണ് ശ്രീകോവിലിൽ നിന്ന് ദീപം തെളിയിച്ച് തിടപ്പള്ളിയിലെ പണ്ടാരടുപ്പിലേക്ക് ദീപം തെളിയിക്കുന്നത്. അവിടെ നിന്ന് സഹമേൽശാന്തിയാണ് ക്ഷേത്രത്തിന് പുറത്തുള്ള പണ്ടാരടുപ്പിലേക്ക് ദീപം. അങ്ങനെയാണ് അവിടെയുള്ള പ്രാരംഭമായ തുടക്കം കുറിക്കുക എന്നുള്ളതാണ്. ആ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്. വളരെ സന്തോഷമുള്ള മുഖങ്ങളാണ് നമുക്ക് ചുറ്റും കാണാൻ കഴിയുന്നതെന്നാണ്. വലിയ പ്രതീക്ഷയുടെ ആര്യ, ശ്രുതി, നമ്മുടെ ക്യാമറയിലൂടെ, വിവിധ ക്യാമറകളിലൂടെ നമ്മൾ ഈ ദൃശ്യങ്ങളെല്ലാം പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്.